അനിഹിലേഷൻ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യൻ സമൂഹത്തിലെ ജാതീയ വ്യവസ്ഥയെ ഒന്നടങ്കം ചെറുത്ത് നിൽക്കുന്ന ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു കൃതി. അപ്പോൾ നമുക്കറിയാം, ബുക്കർ പ്രൈസ് ജേതാവും അതേപോലെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ ആക്ടിവിസ്റ്റുകളിൽ ഒരാളായിട്ടുള്ള അരുന്ധതി റോയ്, അവിടുന്ന് ഇതേ പുസ്തകത്തിനൊരു ആമുഖ എഴുതുന്നുണ്ട്. ഇത് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിന് ഒരു ആമുഖ എഴുതുന്നുണ്ട്. ഏകദേശം ഒരു പുസ്തകത്തോളം ആക്കാൻ വലിപ്പമുള്ള ഒരു ആമുഖം. ദ ഡോക്ടർ ആൻഡ് ദ സയന്റ് എന്നാണ് ആ ആമുഖത്തിന് പേര് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേ ആമുഖത്തിൽ അവിടുന്ന് പറയാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യപ്പെട്ടിട്ടില്ല, മറിച്ച് അത് പുതിയൊരു ആശയത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു തലത്തിലേക്ക് രൂപാന്തരപ്പെടുകയാണ് ചെയ്തത്. അതായത് ജാതി വ്യവസ്ഥ ഒന്നുകൂടി ആധുനികവൽക്കരിക്കപ്പെട്ടു. മാത്രമല്ല, അംബേദ്കർ ഇന്നത്തെ കാലത്ത് കുട്ടികൾ കൂടുതൽ പഠിക്കുകയും ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുകയും വേണമെന്നാണ് അവിടെ പറയുന്നത്. അതിലൊരു യാഥാർത്ഥ്യം എന്താണ്? സത്യത്തില് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്ത്യയിൽ ഇപ്പോ കാലാന്തരങ്ങൾക്ക് ഇപ്പുറം ജാതിയുടെ പുതിയ രൂപം തേടുകയാണ്, അവസാനിക്കുന്നില്ല. നമ്മുടെ ഭരണഘടന നമുക്ക് അറിയാം, 1950 നമ്മുടെ ഭരണഘടന ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം 7 പതിറ്റാണ്ടുകൾക്കിപ്പുറവും അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ മുഖമായി വരുന്നത് അംബേദ്കറാണ്. അന്ന് ഇന്നും അംബേദ്കറാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എല്ലാ രാജ്യങ്ങളുടെയും ഭരണഘടന നോക്കുമ്പോൾ മുമ്പുണ്ടായിരുന്ന നിയമങ്ങളെ, അവകാശങ്ങളെ ലിഖിതമാക്കപ്പെടുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ അങ്ങനെയല്ല ചെയ്തത്. ഇന്ത്യയിൽ മുമ്പ് ഉണ്ടായിരുന്നില്ലാത്ത അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ലാത്ത അവകാശങ്ങൾ അത് ഉണ്ടാക്കുകയും ലിഖിതമാക്കുകയും ചെയ്യുകയാണ് അംബേദ്കറിലൂടെ ചെയ്തത്. അവിടെ അംബേദ്കർ നടത്തി വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മാർഗനിർദ്ദേശം, അവരുടെ സംരക്ഷണം ഇതാണ് എന്ന് പറയുന്നതിനോടൊപ്പം അങ്ങോട്ടേക്ക് എത്താനുള്ള വഴി കാണിച്ചു കൊടുക്കുക ചെയ്യുന്നുണ്ട്. ഒരു സാമൂഹ്യ പരിഷ്കരണമാണ് ഭരണഘടന നിർമ്മാണത്തിലൂടെ അംബേദ്കർ ചെയ്തു വെച്ചെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു കാര്യത്തെ ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് അംബേദ്കർ എത്തുകയും അല്ലെങ്കിൽ അതിന്റെ അമരത്തേക്ക് അംബേദ്കറിനെ പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ശരിക്കും ഈ ഒരു ചർച്ചയിലൂടെ ഭരണഘടനയ്ക്ക് വേണ്ടി അംബേദ്കറിനെ പ്രതിഷ്ഠിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യ അംബേദ്കറിനെ ആവശ്യപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇന്ത്യ എന്ന പുതിയൊരു ആശയത്തെ അംബേദ്കർ സൃഷ്ടിക്കുകയായിരുന്നു എന്ന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ അംബേദ്കറിനായിരുന്നു ആവശ്യം. അംബേദ്കർ ആയിരുന്നു ഇന്ത്യ എന്ന ഇന്ന് കാണുന്ന പുതിയ ആശയത്തിൽ, അതായത് ഇന്ത്യൻ ജനത അംബേദ്കറിലേക്ക് എത്തുകയായിരുന്നു. ഇന്ത്യൻ ജനത അംബേദ്കറിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതായിരുന്നു കുറച്ചും കൂടി സൂറ്റബിൾ ആയ. അത് ആർട്ടിക്കിൾ, മൗലിക അവകാശങ്ങൾ പറയുന്ന ആർട്ടിക്കിൾ 12 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ റൈറ്റ്സ് ഓഫ് റിലീജിയൻ, റൈറ്റ്സ് ഓഫ് ഫ്രീഡം, ആ ഘടകങ്ങളൊക്കെ അതുവരെ ഇന്ത്യൻ ജനത കണ്ടുപരിചരിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെ അംബേദ്കർ തന്റെ ആ ലോകവീക്ഷണം കൊണ്ട് എഴുതി വെക്കുകയായിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞു വെക്കുകയായിരുന്നു നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ വിഭജനാനന്തരം ഉണ്ടാവുന്ന സംഘർഷങ്ങൾക്കിടയിൽ മനുഷ്യരായി പോലും പരസ്പരം കണ്ടിട്ടില്ലാത്തൊരു ജനതയാണ് അംബേദ്കർ തന്റെ ഭരണഘടന കൊണ്ട് ഇങ്ങനെ നാണത്വത്തിൽ ഏകത്വം എന്നൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നടത്തുന്ന ഒരു ഭരണഘടനാ പ്രക്രിയയിലൂടെ വഴി നടത്തുന്നത്. അവിടെ അംബേദ്കർ അത്രമേൽ വിജയിച്ചിട്ടുണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ആയിക്കോട്ടെ. അപ്പോ നിലവിലൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ മെമ്പർഷിപ്പിന്റെ ആളാക്കി മാറ്റാൻ അതെ. അപ്പോൾ ഈ അടുത്ത് തന്നെ നമുക്ക് കാണാം, നമ്മുടെ പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രി ഒരു വിവാദ പ്രസ്താവന ഉന്നയിക്കുകയും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി വരികയും, എന്നിട്ട് അത് ശരിയല്ല, ശരിക്ക് പ്രതിപക്ഷമാണ് അംബേദ്കറിനെ തള്ളിക്കളയുന്നത്, ഞങ്ങൾ അംബേദ്കറിന്റെ അതേ ആശയത്തെ ഉൾക്കൊള്ളുകയും അത് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഞങ്ങളാണെന്ന്, അതായത് എല്ലാവരെയും തങ്ങളുടെ പാർട്ടിയിലെ ഒരു മെമ്പർഷിപ്പിലേക്ക് അംബേദ്കറിനെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടൽ, പുതിയ ശ്രമങ്ങൾ നമുക്ക് കാണാൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഏതൊരു നോഷനെ, ഒരു ആദർശത്തെ, ഒരു ആശയത്തെ ആയിരുന്നു അംബേദ്കർ ഇന്ത്യയിൽ ഒരു പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്? അംബേദ്കർ പ്രതിനിധാനം ചെയ്ത വിഭാഗം എന്താണ് നമ്മൾ പരിശോധിക്കുമ്പോൾ, അംബേദ്കർ ഒരിക്കലും ഒരു പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്നില്ല. അംബേദ്കർ അവിടുത്തെ അധിഷ്ഠിത വിഭാഗത്തെ, പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ്
അംബേദ്കർ നിലകൊണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അംബേദ്കർ ആയിരുന്നു. ഒരു മനുഷ്യന് വേണ്ടി നിലകൊള്ളുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ നമുക്ക് കാണാം, അധികാരമായിരുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയമായിരുന്നെങ്കിൽ അംബേദ്കറിന് അത് ചെയ്യാമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റിലേക്ക് തന്നെ ക്ഷണിക്കപ്പെടുന്നുണ്ട് അംബേദ്കർ. അത് സ്വീകരിക്കുകയും അതിനുശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം അംബേദ്കർ രാജിവെക്കുന്നുണ്ട്. ഈ രാജിവെക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, ഇന്ത്യയുടെ നിർമ്മാണത്തിന് വേണ്ടി തന്നെ ക്ഷണിക്കുമ്പോൾ താൻ അതിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല, അതിൽ ഉൾപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. അതായത് ഇതിന്റെ നിർമ്മാണ സമയത്ത് ഞാൻ പൂർണ്ണമായിട്ട് രാജ്യ നിർമ്മാണ സമയത്ത് മാറി നിന്നു എന്നൊരു ആശയം വരുന്ന തലമുറയിലേക്ക് കൈമാറപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അംബേദ്കർ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം രാജിവെക്കുന്നത് സത്യം പറഞ്ഞാൽ ആ പാർട്ടികളോടുള്ള വൈരാഗ്യവും അവരുടെ നിലപാടുകൾക്കെതിരെ. അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നാക്ക വിഭാഗത്തിന് വേണ്ടി പട്ടിക വർഗ കമ്മീഷന് രൂപീകരിക്കണമെന്നൊരു ആഗ്രഹം, ലക്ഷ്യമുണ്ടായിരുന്നു അംബേദ്കറിന്. പക്ഷെ താൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് തന്നെ ഇത് അത് വൈകിപ്പിക്കുന്നതിലുള്ള പ്രതിഷേധമായിട്ടാണ് അംബേദ്കർ ആദ്യ ക്യാബിനറ്റിൽ നിന്ന് രാജിവെക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഈ അംബേദ്കർ പ്രതിദാനം ചെയ്യുന്നത് അടിസ്ഥാന ജനവിഭാഗത്തെയാണെന്ന് പറയുന്നത് ഈ സമകാലിക ഇന്ത്യയിൽ നമ്മൾ അത് കാണുന്നുണ്ട്. നമ്മള് ഇപ്പോ ദളിതരും മുസ്ലിങ്ങളൊക്കെ പല വിധത്തില് ക്രൂശിക്കപ്പെടുന്ന പല അവസരങ്ങളിൽ, ഇപ്പോ പൗരത്വ ഭേദഗതി ബില്ല് വന്നു, അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ, ബാബരി മസ്ജിദ് കഴിഞ്ഞിപ്പോ അടുത്ത ആരാധനാലയങ്ങളിലേക്ക് പോകുന്ന സമയത്തും അവിടെയും ഒരു പ്രതീക്ഷയായി ബാക്കിയാവുന്നത് അംബേദ്കർ മുന്നോട്ട് വെച്ച ഭരണഘടനാ മൂല്യങ്ങളൊക്കെയാണ്. ഈ ഏറ്റവും നമുക്ക് ഈ അവസാനം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഇന്ത്യ സഖ്യം മുന്നോട്ട് വന്നത് തന്നെ ചിലപ്പോൾ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് പറഞ്ഞു. അങ്ങനെ ഒരു നിരൂപണമൊക്കെ നമുക്ക് കണ്ട് പലയിടങ്ങളിൽ കാണാൻ സാധിക്കും. ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധിയും കൂട്ടരും ഒക്കെ ഈ ഒരു ഭരണഘടനാ മൂല്യങ്ങളെയാണ് ഇന്ത്യ ചേർത്ത് പിടിക്കേണ്ടത്, ആ ഭരണഘടന ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യ എന്ന ആശയം പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ള തരത്തിലേക്ക് അവരുടെ ആശയങ്ങൾ കുറച്ചുകൂടി ദൃഢമാക്കിയപ്പോഴാണ് ആ ഒരു തീരെ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരു മാർജിനിൽ ഒരു മതേതര കാഴ്ചപ്പാടിലേക്ക് അപ്പോ പുതിയ കാലം ഒരു കലുഷിത സാഹചര്യമാണ് എന്ന് എല്ലാവർക്കും അറിവുണ്ടെങ്കിൽ തന്നെയും അതൊരു അംബേദ്കർ ഉള്ളിടത്തോളം, അംബേദ്കറിന്റെ ആശയം ഇവിടെ ബാക്കിയാവുന്നിടത്തോളം ഒരു പുതുപുലരി ബാക്കിയാവുന്നുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഭരണഘടന ഉള്ളിടത്തോളം കാലം ഇന്ത്യ എന്ന ആശയം അങ്ങനെ നിലനിൽക്കുന്ന പ്രതീക്ഷ ബാക്കിയാവുന്നുണ്ട്. അതായത് ഒരു സാമൂഹിക ജനാധിപത്യമായിരുന്നു അംബേദ്കറുടെ. സാമ്പത്തിക ജനാധിപത്യത്തിനപ്പുറത്തേക്ക് സാമൂഹിക ജനാധിപത്യവും താഴ്ന്ന ആളുകളുടെ അവകാശങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ ഭരണഘടനയാക്കിയായിരുന്നു അംബേദ്കർ ചെയ്തത്. സാമൂഹ്യ പരിഷ്കരണം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ. പക്ഷെ എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് പൂർണ്ണമായിട്ട് സമൂഹത്തിൽ ഇംപ്ലിമെന്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ നമ്മളൊരു സാഹചര്യം എടുത്തു നോക്കിയാൽ അയിത്തം പൂർണ്ണമായിട്ടും ഇപ്പോൾ രാജ്യത്തില്ല എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ സാധിക്കും. പക്ഷെ ജാതി വ്യവസ്ഥ പൂർണ്ണമായിട്ടും സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതിന്റെ വാർത്തകളൊക്കെ ഇപ്പോൾ നമുക്ക് പുതിയ രൂപങ്ങളിലൂടെ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്നുണ്ട്. നമ്മുടെ ദിനം പ്രതി ഓരോ വാർത്തകളും നമുക്ക് ആ ഒരു ഇതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോ അംബേദ്കറിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ആശയം ഇന്നും ഇന്ത്യയിലെ പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. പക്ഷെ ഇന്നും പാവപ്പെട്ട ജനങ്ങളുടെയും പാവപ്പെട്ട അധിസ്ഥിരായ ജനങ്ങളുടെ ആകെ പ്രതീക്ഷ എന്താണ്? അംബേദ്കർ മാത്രം. അംബേദ്കറും ഭരണഘടന. അംബേദ്കർ എന്നല്ല, അംബേദ്കറുടെ ആശയവും ഭരണഘടനയും മാത്രമാണ്. അത് അവർക്കൊരു പുതിയ പ്രതീക്ഷയാവട്ടെ, അല്ലെങ്കിൽ അത് അവർക്കൊരു കാവലായി മാറട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.